നിലമ്പൂർ വാണിയമ്പുഴ ഉന്നതിയിൽ കുടുങ്ങിയ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തും സംഘവും തിരിച്ചെത്തി. ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ആര്യാടൻ ഷൗക്കത്തും സംഘവും 2 മണിക്കൂറോളം കുടുങ്ങിയത്. എഞ്ചിൻ തകരാർ പരിഹരിച്ചാണ് ചാലിയാറിനിപ്പുറം ഷൗക്കത്തിനെയും സംഘത്തെയും എത്തിച്ചത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന ഒരു അനിശ്ചിതത്വം, അതിനുശേഷം സുരക്ഷിതമായി തിരിച്ചെത്തിയല്ലേ? അതെ അനുജ, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് MLAയും സംഘവും ഈ വാണിയമ്പുഴ ഉന്നതിയിലേക്ക് പോയത്. ഡിങ്കി ബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ് പോയത്. പക്ഷേ ഡിങ്കി ബോട്ട് അവിടെ എത്തിയതിനു ശേഷം അതിന്റെ എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. ഇതോടുകൂടിയാണ് MLAയും സംഘവും അവിടെ പെട്ടുപോയത്, അകപ്പെട്ടത്. ഏകദേശം 2 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. അത് ഈ സമയത്ത് തന്നെ ജില്ലാ കളക്ടറും DFOയും ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടുകയും NDRFന്റെ എഞ്ചിൻ അവിടേക്ക് എത്തിച്ച് അതിന്റെ തകരാർ പരിഹരിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നത്. നാളെയാണ് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ. ഇന്ന് രാത്രി ട്രെയിനിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാനിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ചാലിയാർ വലിയ രീതിയിൽ തന്നെ കുത്തൊഴുക്ക് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ബില്ലി ബോട്ട് തന്നെ അവിടെ നിയന്ത്രണം വിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്ക ആ സമയത്ത് നിലനിൽക്കുകയും ചെയ്തിരുന്നു. അനുജ, ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.